പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എങ്കിലും പിതാവേ, എൻ്റെയല്ല നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ച നമുക്ക് മാതൃക നൽകിയ ഈശോയുടെ സന്നിധിയിലാണ് നമ്മളായിരിക്കണേ. സുവിശേഷത്തിൽ പത്രോസ്ലിഹിയെ കർത്താവ് ചലഞ്ച് ചെയ്യും. എൻ്റെ ഹിതം ഇന്നതാണെങ്കിൽ നീ എന്തിനാ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നേ? നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം തരണേ. എന്നിട്ട് അങ്ങനെ ജീവിച്ചൊരാൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു കോംപ്ലിമെൻ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്വപ്നം കാണേണ്ടതും നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള വരമാണെന്ന് തോന്നുന്നു. യേശു സ്നേഹിച്ച യോഹന്നാൻ സ്ലിഹിയെ നോക്കിയിട്ടാണ് പത്രോസ്ലിഹി ചോദിക്കണേ, കർത്താവ് ഇവൻ്റെ കാര്യം എന്താണ്? ഒന്ന് കേൾക്കണം. ഇതിലും വലിയൊരു കോംപ്ലിമെൻ്റ് നമ്മൾ വേറെ കാണില്ല സുവിശേഷത്തിൽ. ഞാൻ വീണ്ടും വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നതാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? ഞാൻ ഇനിയും വരണത് വരെ ഇവൻ എനിക്ക് സാക്ഷിയായി ഇവിടെ ഉണ്ടാകണമെന്ന് കർത്താവിനൊരാഗ്രഹം വരണ വിധത്തിൽ ഒരാൾ ജീവിച്ചെങ്കിൽ യോഹന്നാൻ്റെ ജീവിതം എന്തൊരു ജീവിതമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വീണ്ടും വരുന്നത് വരെ എനിക്ക് സാക്ഷിയായി ഇവനിവിടെ ഉണ്ടാവണമെന്ന്. എൻ്റെ ദൈവമേ, നിന്നെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ, നിനക്ക് ആഗ്രഹം വരുന്ന വിധത്തിൽ അങ്ങനെ ഒന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ എന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ മാറ്റിവെക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ വേറെ എന്തൊക്കെ കുറവുണ്ടെങ്കിലും എന്തൊരു ദൈവാനുഗ്രഹം നിറഞ്ഞ, എന്തൊരു കൃപയും അഭിഷേകവും നിറഞ്ഞ ജീവിതമായിരിക്കും അതൊന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. വചനത്തിൻ്റെ അവസാനം പറയും, ആ ശിഷ്യൻ തന്നെയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് അവനറിയാം. അത്രയ്ക്ക് കർത്താവിനെ സ്നേഹിച്ചുറപ്പോടും ബോധ്യത്തോടും കൂടെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി കുരിശുമരത്തോളം പോകാനായി, കാൽവരിയിലെ മരണത്തിന് സാക്ഷിയാകാനും മാത്രം ധൈര്യം കാണിച്ച, കൂട്ടുനിന്ന, ഓടിപ്പോകാതിരുന്ന ഒരേ ഒരു ശിഷ്യൻ. ഇങ്ങനെയൊരു പ്രാർത്ഥന സമർപ്പിച്ചു തുടങ്ങണ്ടേ നമുക്ക്? മോശ എന്ന് പറയുന്ന ആ നേതാവ് ദൈവത്തിന് എത്രയും പ്രിയപ്പെട്ടു. ജീവിച്ചിരുന്ന കാലം മുഴുവൻ അയാൾ കർത്താവിൻ്റെ സാക്ഷിയായിരുന്നു. കർത്താവ് സംസാരിച്ചത് മുഴുവൻ ഈ ഒരു മനുഷ്യനിലൂടെയായിരുന്നു. മോശ ജീവിച്ചിരുന്ന കാലം മുഴുവൻ. ദാവീദ് ഇടയ്ക്ക് വെച്ച് ഇടറിപ്പോയെങ്കിലും അയാളുടെ ജീവിതാവസാനം വരെയും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ കരുണയെയും അനുഗ്രഹത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരാളായി ഇങ്ങനെ യഹൂദന്മാരുടെ മുൻപിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും മഹത്വപൂർണനായ രാജാവായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല എന്ന് കർത്താവ് തന്നെ ഇങ്ങനെ ശ്ലാഘിക്കുന്ന വിധത്തിൽ സ്നാപക യോഹന്നാൻ്റെ ജീവിതം കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് കണക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെയും സാധ്യതയാണെന്ന് ഓർത്താൽ മതി. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അച്ഛൻ പറഞ്ഞില്ലേ, കുടുംബത്തിലുള്ള കുഞ്ഞുമക്കളെ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം ഇതുപോലെയൊക്കെ തെളിച്ചമുള്ളതായി മാറാൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ നമുക്ക്? പിശാച് നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങി എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, നേരെ മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. നരകം കീഴടങ്ങുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്വർഗം പ്രസാദിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഈ രാത്രിയിലൊന്ന് നിരത്തി വയ്ക്കുക ഈശോയുടെ തിരുമുൻപിൽ. എന്നിട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ തമ്പുരാനെ, നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകണമേ. വലിയ പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത്. കർത്താവെ, നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, വലിയ അജഗണമെന്നല്ല പറയണേ, ചെറിയ അജഗണം.
നമുക്ക് ആ ഒരു കുഞ്ഞു ഗണത്തിൽ പെടാൻ പറ്റും. സ്നേഹപൂർവം കർത്താവിൻ്റെ കാൽപാദത്തിങ്കലിരുന്ന് അവൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന മറിയത്തെ കണക്ക്, അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളങ്ങൾ അറിയുന്ന യോഹന്നാൻ സ്ലീഹയെ കണക്ക് അവൻ്റെ കുഞ്ഞ് അജഗണത്തിൽ പെടുന്ന ആ ഒരു കൊച്ച് സർക്കിളിനുള്ളിൽ പെടുന്ന അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരായി ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക്. ഈശോയെ, സ്നേഹിതരെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അത്രമാത്രം നിന്നെ സ്നേഹിക്കാൻ, അത്രമാത്രം നിന്റെ സ്നേഹത്തിൻ്റെ, നിന്റെ ജീവിതത്തിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ നിലനിൽക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. ഞങ്ങളുടെ മക്കളെ പ്രകാശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം ഏറ്റുവാങ്ങുന്നു. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ, അനുവാദം ലഭിക്കുന്നുണ്ടെങ്കിൽ, അത് അവന് വേണ്ടിയിട്ടുള്ള ജീവിതമായിരിക്കട്ടെ. അവനെ വിളിച്ചു പറയുന്ന, അവനെ സ്നേഹിക്കുന്ന മനുഷ്യരായി മുന്നോട്ടു പോകാൻ, അവനെ പ്രസാദിപ്പിക്കുന്ന, ഞാൻ തിരിച്ചു വരുന്നത് വരെയും ഇവൻ ഈ ഭൂമിയിൽ എനിക്ക് സാക്ഷിയായി ഉണ്ടായിരുന്നെങ്കിലെന്ന് കർത്താവ് ആഗ്രഹിച്ചു പോകുന്ന വിധത്തിൽ തീക്ഷ്ണതയുള്ള സ്നേഹം നിറഞ്ഞ സാക്ഷിയായിരിക്കാൻ ഈ ഒരു ദിനമെങ്കിലും ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.